ബോഡിയുടെ സെക്കൻഡ് ഹാർട്ട് എന്നറിയപ്പെടുന്ന കാഫ് മസിൽസിൻ്റെ എഫക്റ്റീവായിട്ടുള്ള 2 വർക്കൗട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യത്തെ എക്സസൈസ് കാണുന്ന പോലെ നമ്മളൊരു സ്റ്റെപ്പിന് സൈഡിൽ ഇതുപോലെ നിൽക്കുക, മെല്ലെ പൊങ്ങുക, താഴുക. ഓക്കെ, ബ്രീത്ത് ഔട്ട് ചെയ്ത് പൊങ്ങുക, ബ്രീത്ത് എടുത്തുകൊണ്ട് മെല്ലെ താഴുക. അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ മെല്ലെ ചെയ്യുക. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് നിങ്ങൾ ജസ്റ്റ് ഒരു ഭിത്തിയിലോട്ട് ചാരി ഇരിക്കുക, എന്നിട്ട് മെല്ലെ കൈകൾ മുട്ടിലേക്ക് വയ്ക്കുക. ഇതുപോലെ തന്നെ മെല്ലെ പൊങ്ങുക, താഴുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട, ഉപ്പൂറ്റി നിലത്ത് മുട്ടുന്നില്ല, നിലത്ത് മുട്ടുന്നതിന് തൊട്ടുമ്പോൾ വീണ്ടും പൊക്കുന്നു. ഇതും ചെയ്യുന്ന പോലെ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ മെല്ലെ പൊങ്ങുക, ബ്രീത്ത് എടുത്ത് മെല്ലെ താഴുക. ഇതാണ് രണ്ടാമത്തെ എക്സസൈസ്. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യണം. വലതുകാലം മുന്നിലേക്ക് ഇങ്ങനെ വയ്ക്കുക, ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തി മെല്ലെ സ്ട്രെച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇടതുകാലിൻ്റെ മുട്ട് ഒരല്പം മടക്കി കൊടുക്കാം. മെല്ലെ നിവർന്ന് വരിക, മെല്ലെ അടുത്ത കാല് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് മെല്ലെ മുന്നിലേക്ക് മെല്ലെ സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, മെല്ലെ ഇതുപോലെ ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ച് മാറി മാറി ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെയും രണ്ടാമത്തെയും എക്സസൈസ് നിങ്ങൾക്ക് ഒരു 10 വീതം 3 റൗണ്ട് എന്ന രീതിയിൽ മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അത് നിങ്ങൾക്ക് മാക്സിമം എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുക. ഈവൻ 100 വരെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സോ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് മെല്ലെ ചെയ്തോളുക. നമ്മളെ ശരീരത്തിൻ്റെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മസിൽസാണ് കാഫ് മസിൽസ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മസിൽസാണ്. ഈവൻ നമ്മളുടെ ഡയബറ്റിക്സ് പോലും പ്രിവെൻറ്റ് ചെയ്യാനും കുറയ്ക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കും. ശ്രദ്ധിക്കുക, വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഇതുപോലുള്ള സ്ട്രെച്ചിങ്ങുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെച്ചിങ് നന്നായിട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ച് മെല്ലെ പതിയെ സ്ട്രെച്ച് ചെയ്ത് എന്നിട്ട് അവസാനിപ്പിക്കുക. ഓക്കെ, ഇതാണ്.